ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഈ യൂട്യൂബ് ചാനലിൽ ഒരു ക്ലാസ് എടുക്കാൻ വേണ്ടി വരുന്നത്. അപ്പോൾ ഇത് ഒരുപാട് റിക്വസ്റ്റ് കിട്ടിയൊരു വീഡിയോ, ഒരു ടോപ്പിക്കായിരുന്നു, ക്ലാസിഫിക്കേഷൻ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സ്. അപ്പം ഇതിൻ്റെ അകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മെൻ്റൽ ഡിസോർഡേഴ്സ് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്, അതിൽ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. ആ 2 ടൈപ്പ് ക്ലാസിഫിക്കേഷൻസ് എന്താണ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, പിന്നെ അതിൻ്റെ അകത്തുള്ള കുറച്ച് ഡീറ്റെയിൽസ് നമുക്ക് എക്സാം വ്യൂ പോയിന്റിൽ മനസ്സിലാക്കാനും അതുപോലെ തന്നെ ആസ് എ സൈക്കോളജി സ്റ്റുഡൻറ്റ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറച്ച് അതിലുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പം എല്ലാവർക്കും സുഖമെന്ന് കരുതുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം, അധികം ലെങ്തി ആക്കുന്നില്ല. ഫസ്റ്റത്തെ സ്ലൈഡിൽ തന്നെ ഞാൻ കൊടുത്തിട്ടുള്ളത് ICD ആൻഡ് DSM. ICD എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസും, DSM എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ മാനുവൽ ഓഫ് മെൻ്റൽ ഡിസോർഡേഴ്സുമാണ്. ഇവർ തമ്മിലുള്ള മേജർ ഡിഫറൻസ് എന്താണെന്നാണ് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ ഡീറ്റെയിൽ ആക്കാൻ പോകുന്നത്. ICD എന്ന് പറയുന്നത് WHO ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഡിസീസ് ക്ലാസിഫിക്കേഷനാണ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ്റെ അകത്ത് എല്ലാ ഡിസീസും വരും, ഇൻക്ലൂഡിങ് നമ്മളെ പനികൾ മുതൽ എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും, ഒരു മനുഷ്യന് വരാൻ ചാൻസുള്ള എല്ലാ തരത്തിലുള്ള അസുഖങ്ങളും ICDയിൽ വരും. പക്ഷേ DSMൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് സ്പെസിഫിക്കലി മെൻ്റൽ ഡിസോർഡേഴ്സിന് വേണ്ടി മാത്രമായിട്ടുള്ളതാണ്, വേറൊരു ഡിസോർഡേഴ്സും ഇതിൻ്റെ അകത്ത് വരില്ല. അതാണ് DSMൻ്റെ പ്രത്യേകത. ആൻഡ് DSM ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് APA, അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷനാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ICD ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് വേൾഡ് WHO ആണ്. ഇത് ഒരുവിധ എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു 2 ഞാനിപ്പം പറഞ്ഞ ഇൻഫർമേഷൻ. അപ്പം ഇനി നമുക്ക് മേജറായിട്ട് DSMനെ പറ്റിയിട്ട് പഠിക്കാം, പിന്നെ ICDയിലോട്ട് വരാം അല്ലേ. അപ്പം DSM എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമേരിക്കൻ സൈക്യാട്രിക് അസോസിയേഷൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു മെൻ്റൽ ഡിസോർഡേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഇതിൽ കുറേ ഇയർ ഞാൻ കൊടുത്തിട്ടുണ്ട്, ഓരോ DSM അപ്ഡേറ്റ്. അതായത് നമ്മളിപ്പോൾ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യുന്ന പോലെ ഓരോ സമയവും ഇതിൻ്റെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇതിലെ മേജർ ഇയറുകൾ എന്ന് വെച്ചാൽ തുടക്കം എപ്പോഴാണ് അപ്ഡേറ്റ് വന്നതും, ഫസ്റ്റത്തെ DSM എപ്പോഴാണ് വന്നതെന്നും പിന്നീട് ലാസ്റ്റിലോട്ടുള്ള DSMൻ്റെതുമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പക്ഷേ എല്ലാം ഓർത്ത് വെച്ചാലും കുഴപ്പമില്ല, പക്ഷേ ഇയറുകൾ ഓർത്ത് വെക്കുക. ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് എല്ലാ ഇയറിൽ വന്ന ചേഞ്ചസും ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷേ നിങ്ങൾ ആ ഇയറുകൾ നോട്ട് ചെയ്ത് വെക്കണം, ഓരോ DSM വന്നിട്ടുള്ള ഇയറുകൾ. ഫസ്റ്റ് 1952 DSM ഫസ്റ്റ് വന്നിട്ടുള്ളത്. അപ്പം ഈ DSM 1ൻ്റെ അകത്ത് ഇവർക്ക് മേജറായിട്ടുള്ള ഡിസോർഡേഴ്സുകളായിട്ടുണ്ടായിരുന്നത് അത് തന്നെ സൈക്കോ അനലിറ്റിക് തിയറി ആയിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ക്ലാസിഫിക്കേഷനായിരുന്നു. സൈക്കോ അനലിറ്റിക് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രോയിഡിൻ്റെയൊക്കെ. അപ്പോൾ ആ ഒരു തിയറിയുടെ ബേസിലായിരുന്നു മേജർ ക്ലാസിഫിക്കേഷൻസ് നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ 1968 DSM 2 വന്നു, കാര്യമായിട്ട് ചെറിയ ചേഞ്ചസ് വന്നു, കാര്യമായിട്ട് ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. 1980 DSM 3 വന്നു, 1987 DSM 3R വന്നു, 1994 DSM 4 വന്നു, 2000 DSM 4TR വന്നു. ഇവിടെ മുതലാണ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളത്. DSM 4TR പിന്നെ നമ്മൾ ലാസ്റ്റ് വന്നതാണ് DSM 5 2013. ഈ DSM 5 വരുന്ന സമയത്ത് DSM 4TRൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡഡ് ആയിരുന്നു. അതിൽ നിന്ന് ഒരുപാട് ചേഞ്ചസ് വന്നിട്ടാണ് DSM 5 ഇപ്പോൾ ഉള്ള 5 വന്നിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഈ അപ്ഡേറ്റ്സുകളിലൊന്നും കാര്യമായിട്ടുള്ള ചേഞ്ചസ് വന്നിട്ടില്ല. ജസ്റ്റ് ഡിസോർഡേഴ്സ് ഇൻക്ലൂഡ് ചെയ്യുക, ഡിസോർഡേഴ്സ് എക്സ്ക്ലൂഡ് ചെയ്യുക, ഇത് മാത്രമായിരുന്നു അവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ DSM 4TRന്ന് DSM 5ലോട്ട് വന്നപ്പോൾ മേജറായിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം അതെന്താണെന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാം. അപ്പോൾ ഇതാണ് ജസ്റ്റ് അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു നോട്ട്. അപ്പം DSM 4TRൽ ഉണ്ടായിട്ടുണ്ടായിരുന്നൊരു കാര്യമായിരുന്നു ആക്സിസുകൾ. DSM ആക്സിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചാപ്റ്ററിന് ഒരു ഇൻഡെക്സ് പോലെ പറയുകയാണെങ്കിൽ ഒരു ഇൻഡെക്സ് പോലെയാണിത്, നമ്മളെ ഒരു ബുക്കിൻ്റെ ഇൻഡെക്സ് പോലെ. അപ്പോൾ അതിൽ ഒരുപാട് ആക്സിസുകൾ ഉണ്ടായിരുന്നു. ഫസ്റ്റത്തെ ആക്സിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിനിക്കൽ ഡിസോർഡേഴ്സ്. അപ്പോൾ ഈ ആക്സിസിൻ്റെ അകത്ത് ക്ലിനിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസോർഡേഴ്സുകൾ മാത്രമായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവുക. അതിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂഡ് ഡിസോർഡേഴ്സ്, ആൻസൈറ്റി ഡിസോർഡേഴ്സ്, സൈക്കോട്ടിക് ഡിസോർഡേഴ്സ്, ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസും ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്യാമെന്നും എങ്ങനെ ട്രീറ്റ് ചെയ്യാമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അതിലുണ്ടാവുക. സെക്കൻഡ് ആക്സിസ് ആയിട്ടുള്ളത് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് അതിൽ വരുന്നത്, ഒപ്പം മെൻ്റൽ റിട്ടാർഡേഷനും. ഈ ആക്സിസിൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സും ഡെവലപ്മെൻറ്റ് ഡിസോർഡേഴ്സും മാത്രമേ ഉണ്ടാവുള്ളൂ. തേർഡ് ആക്സിസിൽ എന്ന് വെച്ചാൽ ജനറൽ മെഡിക്കൽ കണ്ടീഷൻസ്, അതായത് ഒരു പേഷ്യൻറ്റിനെ ജനറലായിട്ട് ഇമ്പാക്റ്റ് ചെയ്യുന്ന മെഡിക്കൽ കണ്ടീഷൻസ് എന്തൊക്കെയാണോ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് ജനറൽ മെഡിക്കൽ കണ്ടീഷനായിട്ടുള്ള തേർഡ് ആക്സിസിൽ ഉണ്ടാവുക. ഫോർത്ത് ആക്സിസിൽ സൈക്കോ സോഷ്യൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസ്, അതായത് സൈക്കോ സോഷ്യൽ ആൻഡ് എൻവിറോൺമെൻറ്റൽ പ്രോബ്ലംസിൽ
ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഇൻഡിവിജ്വൽ മെൻ്റൽ ഹെൽത്തിനെ ബുദ്ധിമുട്ടാക്കുന്ന തരത്തിൽ എന്തൊക്കെ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അത് എല്ലാം ഈ ഒരു ആക്സിസിലാണ് അവർ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത്. അടുത്ത ആക്സിസ് എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ അസസ്മെൻറ്റ് ഫംഗ്ഷനിങ് ഗ്ലോബൽ അസസ്മെൻറ്റ് ഓഫ് ഫംഗ്ഷനിങ്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡെയിലി ലൈഫിൽ ഫങ്ഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവുണ്ട്. എത്രത്തോളം അത് ഓരോ വ്യക്തിയിലും വ്യത്യാസം ഉണ്ടാവും. ഇപ്പം ഞാൻ ഒരു ഡെയിലി ലൈഫിൽ ഫങ്ഷൻ ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വേറൊരു വ്യക്തി അയാളുടെ ഡെയിലി ലൈഫിൽ ഫങ്ഷൻ ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ഓരോ വ്യക്തിക്കും അവരുടേതായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട്, ഒരു ലിമിറ്റ് ഉണ്ട് ഡെയിലി ലൈഫിൽ ഇൻട്രാക്ട് ചെയ്യാനും നല്ലതുപോലെ എന്താ പറയുക അവർക്ക് മീനിങ് ഫുള്ളായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനും. പക്ഷേ നമുക്ക് മെൻ്റലി കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സ്ട്രെസ്സൊക്കെ അനുഭവപ്പെടുന്ന ഒരാളാണെങ്കിൽ നമുക്ക് തന്നെ മനസ്സിലാവും നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ നമ്മളവിടെ ഇങ്ങനെ സ്റ്റക്കായി പോകും. അപ്പോൾ ഇതിൻ്റെ ബേസിൽ ഇവർ സ്കോർ കണ്ടുവച്ചതാണ് ഗ്ലോബൽ അസസ്മെൻറ്റ് ഓഫ് ഫംഗ്ഷനിങ്. ഈ സ്കോർ എന്ന് വെച്ചാൽ ഏറ്റവും നന്നായിട്ട് അസസ് ചെയ്യാൻ ഒരു ഡെയിലി ലൈഫിൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് 100 വരെയുള്ള 100 കിട്ടുമെന്നുള്ളത് ഡൗട്ടാണ്. ആ ഒരു ലിമിറ്റ് വരെ പോകാൻ പറ്റും. അതുപോലെ തന്നെ ഏറ്റവും കുറവുള്ള ആളുകൾക്ക് 0ൻ്റെ അടുത്തേക്കുള്ള സ്കോറുകളും കിട്ടുന്നതാണ് പറയുന്നത്. ഇതായിരുന്നു DSM-4ൻ്റെ അകത്തുണ്ടായിരുന്നുള്ള ഒരു DSM-4 TRൻ്റെ അകത്തുണ്ടായിരുന്ന ഒരു ആക്സിസ് ആയിരുന്നു DSM എന്ന് പറഞ്ഞിട്ട് ഈ ഒരു DSM ആക്സിസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് DSM-4 എന്ന് പിന്നെ DSM-5 DSM-5 വന്നത് 2013 ഞാൻ പറഞ്ഞു. ഈ ഒരു സമയത്ത് വന്ന ചേഞ്ചുകൾ എന്തൊക്കെയാണെന്നാണ് നോക്കുന്നത്. അപ്പം ഈ ഒരു മൾട്ടി ആക്സിയൽ സിസ്റ്റം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു ആക്സിയൽ സിസ്റ്റം ഉണ്ടല്ലോ, ആക്സിസ് 1, ആക്സിസ് 2, ആക്സിസ് 3 നമ്മൾ നേരത്തെ ഇവിടെ കണ്ടത്, ഈ ആക്സിസുകളൊക്കെ എലിമിനേറ്റ് ചെയ്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ആക്സിസുകൾ ഒരുപാട് ഇവിടെ എഴുതിയിട്ടുണ്ട് ഓവർലി കോംപ്ലക്സ് ആയിരുന്നു, അതുപോലെ തന്നെ കൺഫ്യൂസിങ് ആയിരുന്നു. ഒരുപാട് ആക്സിസുകൾ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു പേഷ്യൻറ്റ് വന്നു കഴിഞ്ഞാൽ അവരെ ഡയഗ്നോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ തന്നെ ഈ സ്കോറുകളും ഈ GAF സ്കോർ എന്ന് പറയുന്നത് അതും നമുക്ക് എന്താ പറയുക ഈ ഒരു പേഷ്യൻറ്റിന് സ്കോർ കൊടുക്കുക. നമുക്കൊരു സൈക്കോളജി ഫീൽഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു കുട്ടിക്ക് ഇപ്പോൾ മാത്സിനൊക്കെ നമുക്ക് ആ ഒരു കുട്ടി ഒരു എക്സാം അറ്റൻഡ് ചെയ്ത് നമുക്ക് ഇത്ര മാർക്ക് എന്ന് പറഞ്ഞു കൊടുക്കാം. പക്ഷേ സൈക്കോളജിയിൽ ഒരു സ്കോർ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്കൊരു സ്കോറായിട്ട് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ സ്കോറും എലിമിനേറ്റ് ചെയ്തു. മൾട്ടി ആക്സിയൽ സിസ്റ്റം ഈ ഒരു ആക്സിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിസ്റ്റമും അവരെന്ത് ചെയ്തു അവോയ്ഡ് ചെയ്തു. പകരം ഒരു സ്ട്രീം ലൈൻഡ് ആയിട്ടുള്ള ഒരു സിംഗിൾ ഡയഗ്നോസിങ് ക്രൈറ്റീരിയ കൊണ്ടുവന്നു. അതോടുകൂടി ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു കോംപ്ലക്സിറ്റി ഒഴിവായി. ഇത് എങ്ങനെയാണ് ഒഴിവായെന്ന് ഇത് എങ്ങനെയാണ് ഇവർക്ക് മനസ്സിലായെന്ന് വെച്ചാൽ ഒരുപാട് വേൾഡ് വൈഡ് ആയിട്ട് ഒരുപാട് ഇവർ നടത്തുന്ന APA നടത്തുന്ന മീറ്റിങ്ങുകളും കോൺഫറൻസുകളും ഒക്കെ നടക്കുന്ന സമയത്ത് അതിൽ വന്നിട്ടുള്ള സ്ഥിരമായിട്ടുള്ള കംപ്ലയിൻ്റ് ആയിരുന്നു, എല്ലാ ക്ലിനീഷ്യൻസും പറഞ്ഞിട്ടുള്ളൊരു കംപ്ലയിൻ്റ് ആയിരുന്നു ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റം ആണെന്നുള്ളൊരു ബുദ്ധിമുട്ട്. അതുകൊണ്ടാണ് അത് മാറ്റിയത്. പിന്നെ കുറച്ച് ഡിസോർഡേഴ്സിനെ റീക്ലാസിഫൈ ചെയ്തു. അതായത് ചില ഡിസോർഡേഴ്സിനെ ഒരൊറ്റ ക്ലാസ് ആക്കി മാറ്റി. അതായത് ഒരുപോലുള്ള സിമിലർ ഡിസോർഡേഴ്സ് വേറെ ആയിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഒരുപോലുള്ള 2 ആളുകളെ നമുക്ക് തിരിച്ചറിയാൻ, ഒരു ട്വിൻസാണ് തിരിച്ചറിയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ. അതുപോലെ തന്നെ 2 ഒരുപോലുള്ള ഡിസോർഡേഴ്സ് ആയതുകൊണ്ട് 2 നിൽക്കേണ്ട ആവശ്യമില്ല, അതിനെ ഒന്നാക്കി അങ്ങനെ കുറേ ഡിസോർഡേഴ്സിനെ ഒന്നാക്കി മാറ്റുകയും ചെയ്തു. ഇതാണ് DSM-4 TR നിന്ന് DSM-5 വന്നിട്ടുണ്ടായിരുന്ന മേജർ ചേഞ്ചസ്. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ICD പോകുന്നത്. DSM അത്രയേ ഉള്ളൂ. ഞാൻ DSM എന്താണെന്ന് പറഞ്ഞു, DSMൻ്റെ മേജർ ഇയറുകൾ പറഞ്ഞു, പിന്നെ അതിൽ DSM-4 നിന്ന് 4 TR വന്നിട്ടുള്ള ചേഞ്ചസും പറഞ്ഞു. ഇതാണ് ഇമ്പോർട്ടൻ്റ് ഒരു എക്സാം വ്യൂ പോയിന്റിൽ. ഇനി ICD പറയുന്ന സമയത്ത് നിങ്ങൾ ഓർക്കേണ്ടത് ICD എന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസാണ്. അപ്പോൾ ആ ഡിസീസിനെ കൺട്രോൾ ചെയ്യുന്ന ആരാ? WHO ആണ്. അപ്പോൾ WHO ആണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലാതെ APA ആയിട്ട് റിലേറ്റഡ് അല്ല. അപ്പം ഫസ്റ്റ് ICD വന്നിട്ടുള്ളത് 1893 ഇതിൻ്റെ ഫസ്റ്റത്തെ പേര് ഇൻ്റർനാഷണൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഡിസീസ് എന്നായിരുന്നില്ല, ഇൻ്റർനാഷണൽ ലിസ്റ്റ് ഓഫ് കോസസ് ഓഫ് ഡെത്ത് ആയിരുന്നു. അതായത് ഇൻ്റർനാഷണലി ഉണ്ടാകുന്ന എല്ലാ മരണത്തിൻ്റെയും കാരണം, എല്ലാ മരണത്തിൻ്റെയും വെച്ചാൽ ഓരോ ആളുകളുടെ മരണത്തിൻ്റെ അല്ല, ഒരു പർട്ടിക്കുലർ രോഗം വന്ന് കുറേ ആളുകൾ മരിച്ചാൽ ആ രോഗത്തിൻ്റെ ഡീറ്റെയിൽസ് ആ ബുക്കിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ ഡെത്തിൻ്റെ കോസസുകളായിരുന്നു ഈ ബുക്കിലുണ്ടായിരുന്നത്. പിന്നീട് അത് മാറിയിട്ടാണ് എന്തായത് ഒരു എല്ലാ തരത്തിലുള്ള ഡിസീസിൻ്റെ ഒരു ഓവറോൾ സമ്മറിയാക്കി മാറ്റാനുള്ള ഒരു തീരുമാനം അവിടെ ഉണ്ടായത്. പിന്നെ 1948 ICD-6 വന്നു, 1955 ICD-7 വന്നു, 1965 ICD-8 വന്നു, 1978 ICD-9, 1992 ICD-10. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് ഈ കഴിഞ്ഞ 2 വർഷം മുന്നെയാണ് 2022 ICD-11 വന്നിട്ടുള്ളത്. പക്ഷേ ഈ ICD-ൻ്റെ സമയത്തോളം ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. കാരണം അത് ഒരു വലിയൊരു ഏരിയ കവർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ ഇയറുകളും ഞാൻ എടുത്തിട്ടില്ല, കാരണം അത്രയും ഇമ്പോർട്ടൻ്റ് അല്ല എല്ലാ ഇയറും. അപ്പം ചെറിയൊരു ബ്രീഫായിട്ടുള്ളൊരു ഇൻഫർമേഷന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. മേജറായിട്ട് ഉള്ള പോയിൻറ്റുകൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. പക്ഷേ അത്രയും മേജറായിട്ടുള്ള അപ്ഡേറ്റ്സുകളൊന്നും കാര്യമായിട്ട് ICD-യിൽ നടന്നിട്ടില്ല.
ഇനി ICDനെ പറ്റി പറയുകയാണെങ്കിൽ ICD എന്താണ്, എങ്ങനെയാണ് അതിൻ്റെ ഒരു കണ്ടൻറ് എന്ന് വെച്ചാൽ, ICDയിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അതെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കണ്ടീഷൻസിനനുസരിച്ച് ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആണുള്ളത്. ഓരോ ചാപ്റ്ററിനും ഒരു കോഡ് ഉണ്ടാവും. ഈ കോഡ് എന്ന് വെച്ചാൽ ആൽഫ ന്യൂമറിക്കൽ കോഡാണ്. അതായത് നമ്മളെ ആൽഫബറ്റ്സും ഉണ്ടാവും, ഒപ്പം ഒരു ന്യൂമറിക്കൽ 1 2 3 അങ്ങനെ എന്തെങ്കിലും ഒരു നമ്പറും ഉണ്ടാവും. ഇവരൊരു കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കോഡ് കൊടുക്കും എല്ലാ ഡിസീസിനും. അപ്പോൾ നമുക്ക് ഈ കോഡ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എളുപ്പമായിട്ട്, നമുക്കിപ്പോൾ ബുക്ക് മറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഈസി വേ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഈ ഒരു കോഡും അവർ കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഇതൊരു എന്താ പറയുക, ഒരാളോട് പറഞ്ഞു കൊടുക്കുന്ന സമയത്തും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ ഇന്ന ഏരിയയിലാണ്, ഈ ബുക്കിൽ ഇന്ന ഏരിയയിലുള്ളതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കോഡ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കോഡ് വെച്ചിട്ടായിരുന്നു ഇവരിലെ ഡിസീസുകളൊക്കെ അവർ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ 5ലും ICD 10ൻ്റെ അകത്ത് ചാപ്റ്റർ 5ലും ICD 11ൻ്റെ അകത്ത് ചാപ്റ്റർ 6ലും ആയിരുന്നു മെൻ്റൽ ഡിസോർഡേഴ്സും ആൻസൈറ്റി ഡിസോർഡേഴ്സും ഒക്കെ ഇവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളെ കയ്യിൽ ഒരു ICDയുടെ ബുക്ക് കിട്ടിയാൽ, ICD 10 ആണ് നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് വെച്ചാൽ ചാപ്റ്റർ 5ൽ പോയാലേ നിങ്ങൾക്ക് മെൻ്റൽ ഡിസോർഡേഴ്സ് കാണുള്ളൂ. അതുപോലെ തന്നെ ICD 11 ആണ് കിട്ടിയതെന്ന് വെച്ചാൽ ചാപ്റ്റർ 6ൽ പോയാലേ നിങ്ങൾക്ക് മെൻ്റൽ ഡിസോർഡേഴ്സ് കാണുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ICDൻ്റെ ഒരു ബ്രീഫ് ഇൻഫർമേഷൻ. ഇനി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ റീസെൻ്റ് ആയിട്ട് ICD 11 വന്നു. അപ്പോൾ ICD 11 വന്നപ്പം ICD 10 എന്തൊക്കെ മേജർ ഷിഫ്റ്റുകളാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു എക്സാം നടക്കുന്ന സമയത്ത് അതിൻ്റെ റീസെൻ്റ് അപ്ഡേറ്റിനെ പറ്റിയിട്ടായിരിക്കും അവർ കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുക, അല്ലാതെ ഒരുപാട് കൊല്ലം മുന്നേ നടന്ന അപ്ഡേറ്റ്സിനെ പറ്റിയിട്ടല്ല ചോദിക്കാം. അപ്പം ICD 10 ICD 11 വന്നപ്പോൾ മേജർ എന്തൊക്കെ ചേഞ്ച് വന്നു. ഒന്നാമത്തെ ചേഞ്ച് എന്ന് വെച്ചാൽ അവർ ക്ലാസിഫിക്കേഷൻസും അവരുടെ ഡെഫിനിഷൻസും ഒക്കെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു. ഓരോ ഡിസീസിൻ്റെ ക്ലാസിഫിക്കേഷൻസും അതിൻ്റെ ആ ഡെഫിനിഷൻസും ഒക്കെ ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്തു, റീഫ്രെയിം ചെയ്തു എന്ന് പറയാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഒരുപാട് എൻട്രൻസ് എക്സാമിലൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് ഡിജിറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്രൈറ്റീരിയ കൊണ്ടുവന്നു. അതായത് ICD 11 ക്ലാസിഫിക്കേഷൻ അവർ ഡിജിറ്റലി മോണിറ്റർ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാക്കി മാറ്റി. ആ ഒരു ക്ലാസിഫിക്കേഷൻ നമുക്ക് AI വെച്ചിട്ടും അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഏതൊരു ടെക്നോളജി വെച്ചിട്ടും ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലോട്ട് അതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റമാക്കി മാറ്റിയിട്ടുണ്ട് ICD. അപ്പം ഒരു ബുക്ക് ബേസ്ഡ് ഡയഗ്നോസിസ് നിന്ന് മാറിയിട്ട് ഇനി ഫ്യൂച്ചർ എന്ത് നടക്കും നോക്കുന്ന സമയത്ത് ഇനിയുള്ള ഫീൽഡിലൊക്കെ കുറച്ചുകൂടി AI ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഡയഗ്നോസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോഴേ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിൽ ഡിജിറ്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫീച്ചർ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്തത് ICD 11 28 ചാപ്റ്റേഴ്സ് വന്നു. ICD 10ൻ്റെ അകത്ത് 22 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയാണ് ഇതിൻ്റെ മേജർ ചേഞ്ചസുകൾ നടന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ICDയിലൊക്കെ നടന്നിട്ടുള്ള വ്യത്യാസങ്ങൾ. അപ്പം ഞാനിപ്പം പറയുകയാണെങ്കിൽ ഈ മെൻ്റൽ ക്ലാസിഫിക്കേഷനിലെ ഇത്രയേ ഉള്ളൂ എൻ്റെ ഒരു എക്സാം വ്യൂ പോയിൻറ്റിലുള്ള എൻ്റെ ഒരു ക്ലാസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിച്ചു നീട്ടുന്നില്ല, എനിക്ക് അത് താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകളാണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് DSM ഉണ്ട്, 2 ICD ഉണ്ട്. DSM ആണ് നമുക്ക് ഏറ്റവും മേജർ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം അതും അതിന് കൂടെ ICDയിലും വരുന്ന ഒരു ബ്രീഫ് ഇൻഫർമേഷനാണ് തന്നിട്ടുള്ളത്. ഏറ്റവും റീസെൻറ്റ് ഇനിയിപ്പം അടുത്ത കൊല്ലം ഒരു റീസെൻറ്റ് അപ്ഡേറ്റ് ICDയിലോ DSMലോ വന്നിട്ട് ഒരു പുതിയ ഒരു ICD അപ്ഡേറ്റ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ DSM അപ്ഡേറ്റ് വരികയാണെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റിയും അറിഞ്ഞിരിക്കണം എന്തൊക്കെ ചേഞ്ചസ്. അപ്പം റീസെൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റിനെ പറ്റി അവരെ ആയിരിക്കാം. അപ്പോൾ താങ്ക് യു എല്ലാവർക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും ഒരുപാട് ഇൻട്രാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പം ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, കമൻറ്റ് ഇടുന്നതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നന്ദിയുണ്ട്. എല്ലാവരും ഇനിയും മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.